ഈ അരി എന്തിന്? മീൻകറി വെക്കാൻ. ചേരയും പാമ്പും ഒഴിച്ച് ബാക്കിയെല്ലാം തീറ്റിച്ചെന്നെ. വിളിക്കണ്ട. ഇവിടെ 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 വാ. ഇവിടെ വെയിറ്റ്. വെയിറ്റ് ആയതോണോ? ഞാൻ വിളിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മനപ്പൂർവ്വം ഇവിടെ വന്നിരുന്നതാ. എന്റെ വായിന്നൊന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ? അതെ, അതുകൊണ്ട് തന്നെ. അതുകൊണ്ടാ. നല്ല ഭംഗിയല്ലേ അമ്മായി? അവോലിനെ പോലെ ഇരിക്കണല്ലേ? അവോലി അവോലി, കറുത്ത അവോലി. ഇത് വളർത്തു മീനല്ലേ? വളർത്തു മീന്. ഞാൻ ഇനി എന്ത് ചെയ്യണം? കൂട്ടി നമ്മളെ സ്ഥിരം പരിപാടി തന്നെ. ഇഞ്ചി, വെളുത്തുള്ളി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. കുറച്ച് ഉള്ളിയൊന്നും ഒരുപാട് വേണ്ട. അവളിനി പഠിച്ചിട്ട് എപ്പോ വരും? വരുള്ളൂ, വേഗം വരും. ട്യൂഷൻ കഴിഞ്ഞ് പെട്ടെന്ന് എത്തും. ഞാൻ പോണേ. മതിയോ? ഇത് എന്തിനാണ്? മീൻ കറിക്ക്. ഇയാൾ എന്താ വാങ്ങിച്ചോണ്ട് വന്നേ? മീന് തന്നെ. ഇനിയിപ്പോ എന്തൊക്കെ കോപ്രായം ഉണ്ടാക്കണം എനിക്കെങ്ങനെ അറിയാം? ചേരയും പാമ്പും ഒഴിച്ച് ബാക്കിയെല്ലാം തീറ്റിച്ചെന്നെ. ഇനി അതൊന്നും അറിഞ്ഞൂടാ. ഇനി അമ്മായിനെ കൊണ്ട് ഞാൻ ഒട്ടകം തീറ്റിക്കും. ഒട്ടകം ഞാൻ ഒട്ടകറച്ചി ചോദിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തട്ടും. ആരെന്നെയാ? ഒട്ടകത്തിനാ. അല്ല ഈ അരി എന്തിന്? മീൻ കറി വെക്കാൻ. അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. നീ ഇങ്ങനെ ഈ അരി ഇനി നെല്ലിട്ടെന്ന് വയ്ക്കും. നെല്ലെന്തിനാ അമ്മായി? അതിനല്ല അരി. എന്തായാലും ഇനി അമ്മായിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ട. നീ എന്ത് തരണ അതൊക്കെ തന്നെ കഴിക്കാം. അല്ല അവനിപ്പം എന്ത് ചെയ്യാൻ പറ്റും? മതി അമ്മായി. ബാക്കി മുളക് പൊടിയൊക്കെ ഇടുകയല്ലേ? മതിയാ? ഇഞ്ചി ഇന്നത്തേക്ക് ഇട്ടുതരാം. എൻ്റെ കണ്ണിനകത്ത് മൊത്തം ഇഞ്ചി ചാറായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഇഞ്ചി ഇത് അത്രയും വേണോ? ഇഞ്ചി അത്രയും വേണ്ട. ഇഞ്ചി ഇത്ര മതി. ഇത് പോരെ? മതി മതി. ഇനി വെളുത്തുള്ളി. ഈ ഇടിക്കണതും കൂടെ മതിയല്ല? മതി മതി മതി. മൂത്ത് ചുമ വരണം എനിക്ക്. അമ്മായി, ഓ ഞാൻ ഇതുകൊണ്ട് അരച്ചിട്ട് വരാവേ. ഓ എന്നങ്ങാനും വരുമോ? പിന്നെ ഉറപ്പായിട്ടും. ഒരു പെണ്ണ് പോയിട്ട് ഇതുവരെ കാണാനില്ല. അവള് പഠിക്കാൻ പോയല്ലേ, ട്യൂഷൻ കഴിയണ്ടേ? സരിതേ, ആ മാങ്ങ എന്ത് ചെയ്യണം? മാങ്ങ ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞു വെക്കോ. ഓ തക്കാളിയും. തക്കാളി അരി. അയ്യോ, ഇയാളെന്താ അച്ചാറുണ്ടാക്കാൻ പോണ? ഇടിച്ച് കരുതുന്നുണ്ടോ? കറി വെക്കാനാണ് മീൻ അറിയാൻ പറഞ്ഞ, അച്ചാറുണ്ടാക്കാനല്ല. ഇത്രയും നല്ലേ പറഞ്ഞത്. അത്രയും നല്ല പറഞ്ഞ ഒരു മീഡിയം സൈസിൽ കറി അച്ചാറുണ്ടാക്കാൻ വേണ്ടി മീൻ മാട്ടിയത് വെച്ചു. എന്തോ അമ്മായി. ഞാൻ അപ്പോഴും ചോദിച്ചില്ലേ ഇത്രയും മതിയാന്ന്. അപ്പൊ ഇങ്ങനെയെന്നല്ലേ പറഞ്ഞു? അല്ല, മീഡിയം സൈസ് ഞാൻ പറഞ്ഞില്ലേ. ഇത് തന്നെ മീഡിയം. പിന്നെ അമ്മായി വീണെടുത്ത് കിടന്ന് ഊരിടണ്ട. വെള്ളം എടുത്തുണ്ട. മാങ്ങിട്ടോ അമ്മായി? അത് തിളക്കണ്ടേ? ഇട്ടോ, കുഴപ്പമില്ല. ഉപ്പൊക്കെ ഒരു കണക്കും വഴക്കില്ലാതെ തട്ടല്ലേ? എന്നിട്ട് കൂടിയിട്ടുണ്ടോ ഇവിടെ ഉപ്പ്? എപ്പോഴും എത്ര തട്ടിയാലും കറക്റ്റ് ആവാറില്ലേ? ആ, ഇനി ഇതിപ്പോ ഇങ്ങനെ ഇടണോ മുറിക്കണോ? ഇത് ചെറുതായിട്ട് എറിഞ്ഞോ? അത് വലുതാണ്. നീളത്തില് കട്ടി കുറച്ചറിഞ്ഞു. ഇത്രയും മതിയാ? തക്കാളി ഇട്ടോ അമ്മായി? അടപ്പ് വേണ്ടേ? ആ, അടപ്പ് വേണം. ഒന്ന് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അടപ്പെടുത്തിട്ട് എടുത്തിട്ടോ. ഉള്ള ഉപ്പ് മുഴുവൻ കണക്കില്ലാണ്ട് കമത്തിന്ന് പറഞ്ഞില്ലേ, വീണ്ടും ഒരു കൊട്ട ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടില്ല. എന്നെ വെറുതെ പറഞ്ഞു പേടിപ്പിക്കണ ഈ അമ്മായി. പിന്നെ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് ഇടാം, കൂടിയോ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ നല്ലതാ. അതെ 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 അതെ.
ആളുവേ ഓ നീ എന്താ ഇത്രയും വൈകിയത്? അതാ അത് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് പോവാന്നല്ലേ പറഞ്ഞു നിന്റെ അടുത്ത്. ഈ കാര്യം പഠിച്ച് പറയാൻ പറഞ്ഞു, പക്ഷെ സമയത്ത് പഠിച്ച് പറഞ്ഞില്ല. അതെ പിടിച്ച് പറയാത്തോണ്ട് ഇങ്ങനെയുള്ള ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വേണം ചേർക്കാൻ. എല്ലാവരും പഠിക്കും ഇല്ലേ? അടി കിട്ടാറില്ല എനിക്ക്. വലിയ കുട്ടികളായി അടിക്കോ? എന്താ അടിക്കുന്നതിന് കുഴപ്പം? പഠിക്കാത്തോണ്ടല്ലേ. അടിക്കുന്ന ട്യൂഷൻ ക്ലാസ്സും ഉണ്ട്. പിള്ളേരെ അടിക്കേണ്ട പ്രായത്തിൽ അടിച്ച് തന്നെ വളർത്താം. ചേച്ചി കടി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് മതി മധുരം. മക്കളെ എവളെന്നെ അടിച്ചെന്ന്. എന്തിന്? ഞാൻ അരയ്ക്കാൻ പോയ സമയത്ത് മാങ്ങ വെച്ചു. മക്കളെ മാങ്ങ എന്ത് ചെയ്യട്ടാ? ചെയ്യട്ടാന്ന്. അങ്ങനെയല്ല അമ്മ ചേട്ടെന്ന്. എന്ത് ചെയ്യട്ടാ? അങ്ങനെ താന്നാ കേട്ടത്. അപ്പം ഒരു മാങ്ങ അരിഞ്ഞു വെച്ചേരം അമ്മായി എന്ന് പറഞ്ഞു. അപ്പോൾ വലുതാക്കിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മീഡിയം സൈസ് അമ്മായി. അപ്പം നമ്മൾ നീ ആണെങ്കിൽ മീൻകറിക്ക് എങ്ങനെയാ മാങ്ങ അരിയണേ? നീളത്തിലാണല്ല. ഈ ഇള്ളാവാവ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അച്ചാറിന് അരിഞ്ഞു വെച്ചേക്കണം. ഇങ്ങനെ കാണിച്ച അങ്ങനെയാണ്. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചില്ല. മീഡിയം സൈസ് എന്ന് മാത്രം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ മാളു. ഞാൻ അരക്കണായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ? വലുതായിട്ട് വേവിക്കുമ്പോഴേ ആ മാങ്ങയുടെ അത് പിഞ്ഞി പിഞ്ഞി പോകത്തില്ലേ? പറഞ്ഞോ അല്ലേ? ആ മാളു മാങ്ങ വലുതായിട്ടിരിക്കുമ്പോ ആ മാങ്ങ കഷ്ണം എടുത്തിട്ട് തോണ്ടി തിന്നാൻ അച്ചാറാ. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തിന്നു. ഇനി ആ മാങ്ങയും കൂടെ എടുത്ത് ഇങ്ങനെ ആക്കി. എന്നാ പിന്നെ മുഴുവൻ ഇട്ടുകൂടെയായിരുന്ന? മുഴുവൻ ഇട്ട് അങ്ങനെ തിന്നാൻ പറ്റാത്തോണ്ടല്ലേ അരിഞ്ഞിടണം. അങ്ങനെ എടുത്തുല്ലോ മാങ്ങ. മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി എന്തായാലും ചെയ്തു വെച്ച് സമ്മതിക്കമ്മായി. നീ അങ്ങനെ തന്നെ ചെയ്യൂടി. അഹങ്കാരം കണ്ടോ? അഹങ്കാരല്ല, സമ്മതിക്കില്ല. ചേച്ചിയെ പോലെ തന്നെ. ഉപ്പുണ്ടോ? അപ്പൊ എന്തൊരു ഉപ്പുണ്ട്, എരിയാണ്. എരിവുണ്ടല്ലേ? എരിവ് മീൻ പിടിക്കും. ടെൻഷൻ ആവണ്ട. ഞാൻ വിചാരിച്ചേ കാശ്മീരി ചില്ലിയാണെന്ന് വെച്ചു. എരിവ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കാശ്മീരി അല്ല, സാധാ ചില്ലിയാ. നല്ല എരിവുണ്ട്. ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ശരിയാവും. കത്തിക്കണ്ട ചെറുതിലിരുന്ന് വേവട്ടെ. കമോൺ ബാ. കത്തിയുടെ മൂർച്ചയൊക്കെ പോയി. ഒരു പീസ് അമ്മായി ഒരു ദിവസം ആളും എടുക്ക്. ഇതിന്റെ പേര് മുള്ളാങ്കിയാ? ആത്തച്ചക്കയോ? ഇതിന്റെ കുരു കഴിക്കാൻ ഞാൻ പറയൂല കേട്ടാ. ഞാൻ കഴിച്ചല്ലേ? എന്താ നീ കളഞ്ഞാണോ? അല്ല, ഞാൻ ഇതിലാണ് എൻ്റെ കൈയായ. എൻ്റെ അടുത്ത് ഇതിനെടുത്തു. നല്ല പീസോളം എനിക്ക് തന്നു. നല്ല പീസാണ്.
പച്ചയായാലും ഞാൻ തിന്നും. എനിക്കും ഇഷ്ടത്. ഞാനിതിന് മുള്ളാങ്കിന്ന് കേട്ടിട്ടുണ്ട് അമ്മായി. ആത്തച്ചക്കാന്നല്ല കേട്ടിരിക്കണം. അല്ല, അത് ഇതിലും വേറെ സ്ഥലത്ത് വരെ പേര് പറയും. ഇതിനൊരു മുള്ളുണ്ട്. കൊള്ളാം, നല്ല ഒരുപാട് പുളിപ്പൊന്നുമില്ല അല്ലേ? മാളു, ആ ടേബിളൊന്ന് സെറ്റ് ചെയ്ത് തരട്ടാ. മാങ്ങ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ മാളു. ഇതാണോ? ആ, അതല്ല. ഇങ്ങനെയാണ് ഞാൻ സ്കാൻ ചെയ്തെടുത്ത്. ചേച്ചി, അതാണ് മാങ്ങ. മീൻ കറിയിൽ അച്ചാർ മാങ്ങ. നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് വിളിക്കണം. എങ്ങനെയുണ്ട്? ഈ കറി വെക്കണം നീ കണ്ടില്ലല്ലോ. അമ്മായോട് ചോദിച്ചോ. പറ, നീ ചോദിക്കുമാളൂ. ഞാൻ ചോദിച്ചിങ്ങനെ ഞാൻ അരി. അരിയാ? ആ, അരിയാ? അരി അരി എന്തിനാ? അരി, ഉലുവ. ഉലുവയൊക്കെ മീനിലിടും? മെയിനിൽ ഉലുവയിടും. അരി എന്തിനാ? ചോറിട്ട് മീൻകറി. ചോറാ? പൊരിക്കറി. അമ്മായി പല പല പേരിടുന്നു. പൊരിക്കറി, അരിക്കറി. സൂക്ഷിക്കണം ആള്, മുള്ളു സൂക്ഷിക്കണം. മുള്ളു കുത്തിക്കൊണ്ടാ? ഞാനല്ലേ ഇപ്പൊ നിന്നോട് പറഞ്ഞ മുള്ളു സൂക്ഷിക്കണമെന്ന്. ബായിക്കറിയില്ലല്ലോ. നിനക്കറിയായിരുന്നല്ലോ. അറിയാം. അതിന് നാളെ ആ മുള്ളൊക്കെ എടുത്തിട്ട് കടിച്ചതുവരെ കടിച്ചു. അനു വന്നപ്പോ ഇവളില്ല.